salvation. God the Lord is our strength. Ours is not an escapist religion. And Christian worship at its best is praise and adoration of our God, even in the face of the stark realities of life. നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണ അനുഭവങ്ങളുടെ മധ്യേയും ദൈവത്തെ സ്തുതിപ്പാനും അവന് മഹത്വം കൊടുപ്പാനും സാധിക്കുന്നതാണ് നമ്മുടെ ആരാധനയുടെ പ്രധാന വശം എന്ന് പറയുന്നത്. Our Christian hope addresses the real world. യഥാർത്ഥ ലോകത്തിന്റെ അനുഭവം എന്താണോ അതിനെ നേരിടുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. In all its complexity and senselessness. എല്ലാ വിവേകശൂന്യതയുടെയും മധ്യത്തില്, എല്ലാ അനിശ്ചിതത്വത്തിന്റെയും മധ്യത്തില് അതിനെ നേരിടുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. In all its tensions and uncertainties. നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള സംക്ഷോഭത്തിന്റെ മധ്യേയും അനിശ്ചിതത്വത്തിന്റെ മധ്യേയും നമുക്ക് ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് സാധിക്കുന്നു. In the biblical text before us this morning, നമ്മുടെ മുൻപാകെ വായിച്ചു കേൾപ്പിച്ചതായിട്ടുള്ള ഈ വേദഭാഗത്ത് one hears a man speaking about the real world. ഒരു യഥാർത്ഥ ലോക അനുഭവം എന്താണെന്നുള്ളത് വെളിവാക്കി തരുന്ന ഒരു മനുഷ്യന്റെ അനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. To hear him should be enough to dissuade anyone. നമ്മുടെ എല്ലാ സംശയങ്ങളെയും മാറ്റുവാൻ തക്കവണ്ണം ഇദ്ദേഹത്തിന്റെ വചനങ്ങളെ നമ്മൾ ശ്രവിച്ചാൽ അത് നമുക്ക് സഹായകരമായി തീരും. From thinking that Christianity does not address the real issues of life. ജീവിതത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ ക്രിസ്തുമതം നേരിടുന്ന ഇല്ല എന്നുള്ള ആ ഒരു പരാമർശത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമ്മെ സഹായിക്കും. In our text this morning we find the Apostle Paul striving to make sense of an unending inward struggle. നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള വലിയ ഒരു സംവാദത്തിന്റെ ചിത്രീകരണമാണ് അദ്ദേഹം ഈ വേദഭാഗത്തോടെ നമുക്ക് നൽകുന്നത്. Although he is using the first person personal pronoun I, ഇത് പൗലോസിന്റെ സ്വന്തം അനുഭവമായിട്ടാണ് പറയുന്നതെങ്കിലും it is not long before we recognize that he is really speaking for all of us. ഇത് നമ്മൾ എല്ലാവരുടെയും കാര്യമാണ് ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. Although his language is convoluted and filled with his own sense of angst. അദ്ദേഹത്തിന്റെ ഭാഷ വളരെ സങ്കീർണമാണ് എന്ന് വരിയിൽ തന്നെയും നമുക്ക് അത് കൂടുതലായിട്ട് ഗ്രഹിപ്പാനായിട്ട് തുടർന്ന് സാധിക്കും. And anxiety, he is really speaking for us. നമ്മുടെ ആശങ്കയുടെ മധ്യേ നാം ശരിയായ രീതിയിൽ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. Listen to Paul as he speaks of his inner turmoil. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള ആ ഒരു വലിയ വടംവലിയും അതിൽ നിന്നുണ്ടാകുന്ന സംക്ഷോഭവും എന്താകുന്നു എന്നുള്ളത് പൗലോസ് ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. That which I engage in and complete is the very thing I do not approve of. ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത സംഗതി തന്നെയാണ്. And that which I know is wrong and do not want to do is the very thing I end up doing. ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് അറിയാമെങ്കിലും ഞാൻ അത് ചെയ്തു പോകുന്നു. Paul reminds us that we all carry within our hearts two natures. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ രണ്ട് രീതിയിലുള്ള പ്രകൃതി ഉണ്ട് എന്നുള്ളത് പൗലോസ് പറയുന്നു. Two spirits. രണ്ട് പ്രമാണങ്ങളുണ്ട്. Two desires. രണ്ട് രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. Two impulses. നമ്മുടെ ഉള്ളിലുള്ള ഉദ്ബോധനങ്ങൾ രണ്ട് രീതിയിലുണ്ട്, പ്രചോദനങ്ങൾ. That struggle against each other. ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലിച്ചുകൊണ്ടിരിക്കുകയാണ്. One of them wants to do good. അതിൽ ഒരു വശത്തിന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. And the other tries to hinder the good we want to do. എന്നാൽ മറുവശമാണെന്ന് വരികിൽ ആ നന്മയെ തിരസ്കരിക്കുവാനുള്ള പ്രേരണ തരുന്നതാണ്. Some people are uncomfortable with this kind of tension being found in a Christian. ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ ഇപ്രകാരമുള്ള ഈ വടംവലി നടക്കുന്നു എന്നുള്ളത് ചിലർക്ക് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്.
So when they read this passage, they say,